മന്ത്രി തന്നെ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ മന്ത്രി തന്നെ ലംഘിച്ചാൽ ബാക്കി എല്ലാവരും അതേ പ്രവൃത്തി ചെയ്യും. തെറ്റായ സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി കോൺഗ്രസ്സുകാർ പറഞ്ഞ പോലെ തല്ലിയത് വീഡിയോ തന്നാൽ 10,000 രൂപ ഇനാം തരാമെന്ന് പറഞ്ഞ പോലെ ഇനി ഇതിനും ആരോഗ്യമന്ത്രിയെ കണ്ടുപിടിച്ച് തരുന്നവർക്കും ഇനാം പ്രഖ്യാപിക്കേണ്ടി വരുമോ? അയ്യോ, എനിക്കിപ്പോൾ എക്സ്റേ എടുക്കണേ, എനിക്കിത് ഇവിടെ എൻ്റെ വയറിൽ കത്രികയുണ്ടോ, എൻ്റെ ഈ 2 കൈയുണ്ടോ എന്നൊക്കെ ആശ്ചര്യപ്പെട്ട് BP യും പ്രഷറൊക്കെ കൂടിയതായിരിക്കും. നാളെ ഇനി മറ്റേ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മന്ത്രിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയൂലേ. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടിയതിന് കണ്ണൂരും മറ്റേ കൊല്ലത്തും അവിടെ ഇവിടെയൊക്കെ കലാപം നടന്നു. പരസ്യ ബോർഡുകളും പറ്റതും മറച്ചതും ഒക്കെ ആയിട്ട് കോൺഗ്രസ്സുകാരുടെ വീട് തല്ലിപ്പൊളിക്കൽ, പാർട്ടി ഓഫീസ് കത്തിക്കൽ, കൊല്ലത്താണെങ്കിൽ അവരുടെ മറ്റേ സാധനമൊക്കെ ബോർഡൊക്കെ അടിച്ച് തകർക്കൽ, ഇതൊക്കെയായിരുന്നു. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയെ എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം, അത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇനി നാളെ തട്ടിക്കൊണ്ടുപോയി എന്നും പറഞ്ഞൊരു അഭിപ്രായമൊക്കെ പറയും. അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാർട്ടി പ്രവർത്തകരോ ആരാണെന്ന് വെച്ചാൽ മന്ത്രിയെ കണ്ടുപിടിച്ച് തുടർ ചികിത്സ ഉറപ്പാക്കണം. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലെ മന്ത്രി കോൺഗ്രസ്സുകാരുടെ തല്ലുകൊണ്ട് വളരെ ഗുരുതരമായി പരിക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞ് കണ്ണൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഇന്ന് വെളുപ്പിനെ 4 മണിക്ക് ഡോക്ടറെ ഡിസ്ചാർജ് ചെയ്തു ഇവിടെ കൊണ്ടുവരിക, തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഒക്കെ ചെയ്തു. മന്ത്രി ഇതുവരെയായിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടില്ല. മന്ത്രി എവിടെ? മന്ത്രിയെ കണ്ടവരില്ലതാൻ. എന്തു ചെയ്യും? മന്ത്രി എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ ഒരു ആരോഗ്യ വിഭാഗത്തിൻ്റെ പ്രധാന മന്ത്രിയായ ആ മന്ത്രിയെയാണ് കാണാതായത്. മന്ത്രി എവിടെ പോയി? മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടില്ല എന്ന് അവിടെ ഉള്ളവർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മെയിൻ സ്ട്രീമിലെല്ലാം വാർത്തയും ഉണ്ട്. അപ്പം മന്ത്രി എവിടെ? ഇനി കോൺഗ്രസ്സുകാർ പറഞ്ഞ പോലെ തല്ലിയത് വീഡിയോ തന്നാൽ 10,000 രൂപ ഇനാം തരാമെന്ന് പറഞ്ഞ പോലെ ഇനി ഇതിനും ആരോഗ്യമന്ത്രിയെ കണ്ടുപിടിച്ച് തരുന്നവർക്കും ഇനാം പ്രഖ്യാപിക്കേണ്ടി വരുമോ? കാരണം മന്ത്രി എന്ന് പറയുന്നത് എൻ്റെ കൂടി മന്ത്രിയാണ്. അതുകൊണ്ടാണ് എനിക്കിത്ര ആശ്ചര്യം എന്നുള്ളതാണ് വാസ്തവം. മന്ത്രിയെ കണ്ടുപിടിച്ച് തന്നേ മതിയാകൂ, അല്ലെങ്കിൽ മന്ത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. തോന്നണ പോലെ പോകാനോ വരാനോ ഒന്നും പറ്റൂല. മരുന്ന് വല്ലതും മാറിക്കൊത്തി കാണുമോ? മെഡിക്കൽ കോളേജാണ് മോനെ. മെഡിക്കൽ കോളേജിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കഴുത്തിലെ വേദന എന്ന് പറഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ മന്ത്രി ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഞാനിപ്പോൾ എവിടെയാ? ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. അയ്യോ, എനിക്കിപ്പോൾ എക്സ്റേ എടുക്കണേ, എനിക്കിത് ഇവിടെ എൻ്റെ വയറിൽ കത്രികയുണ്ടോ, എൻ്റെ ഈ 2 കൈയുണ്ടോ എന്നൊക്കെ ആശ്ചര്യപ്പെട്ട് BP യും പ്രഷറൊക്കെ കൂടിയതായിരിക്കും. അല്ലാതെ ഈ പറഞ്ഞ പോലെ മന്ത്രി എന്താണെങ്കിലും ആ കാണിച്ചത് ശരിയല്ല. മന്ത്രിക്ക് ട്രാൻസ്ഫറാണ് പറഞ്ഞിട്ടുള്ളത്, ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞിട്ടില്ല. തുടർ ചികിത്സ തിരുവനന്തപുരത്ത് ആക്കി എന്നാണെങ്കിൽ ഡോക്ടർ അവിടെ നിർബന്ധമായും ഹാജരാവേണ്ടതാണ്. പക്ഷെ അവിടെ ഹാജരായില്ല. എന്തു ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? കണ്ണൂരിൽ നിന്നും എങ്ങനെയൊക്കെ വണ്ടി ഓടിച്ചാലും മന്ത്രിയുടെ വാഹനത്തിന് എസ്കോട്ട് പോകുന്നതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത്രയും പോരുന്ന മന്ത്രി ഈ നേരമായിട്ടും തിരുവനന്തപുരം
ഒരു ഹോസ്പിറ്റലും അഡ്മിറ്റ് ആയിട്ടില്ല എന്നതാണ് പറയുന്നത്. മന്ത്രിയെ കണ്ടുപിടിച്ച് തരണം, അത്രേ ഉള്ളൂ എൻ്റെ ആവശ്യം. അത് കണ്ടുപിടിച്ച് തന്നേ മതിയാകും. അല്ലെങ്കിൽ പിന്നെ ആർക്കും ഇപ്പം നാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇവിടുന്ന് റെഫർ ചെയ്തു, കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയില്ലെങ്കിലോ നാളെ ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്തു ചെയ്യും? അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനം വേണം. ആരോഗ്യമന്ത്രിയെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എവിടെയാണോ ഉള്ളത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ തുടർ ചികിത്സ ഉറപ്പാക്കണം. അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാവും. കാരണം മന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ ആരും ഉത്തരവാദിത്വം വെക്കും? കാരണം മന്ത്രിക്ക് VIP കാറ്റഗറിയിൽ വരുന്നതാണ് ആരോഗ്യമന്ത്രിയൊക്കെ. ആരോഗ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വീഴ്ച പറ്റിയ പോലീസുകാരെ ഒന്നും സസ്പെൻഡ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പം അതേ ആരോഗ്യമന്ത്രിനെ കാണാനുമില്ല. നാളെ ഇനി മറ്റേ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മന്ത്രിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയൂലേ? കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടിയതിന് കണ്ണൂരും മറ്റേ കൊല്ലത്തും അവിടെ ഇവിടെയൊക്കെ കലാപം നടന്നു. പരസ്യ ബോർഡുകളും പറ്റതും മറച്ചതും ഒക്കെ ആയിട്ട് കോൺഗ്രസ്സുകാരുടെ വീട് തല്ലിപ്പൊളിക്കൽ, പാർട്ടി ഓഫീസ് കത്തിക്കൽ, കൊല്ലത്താണെങ്കിൽ അവരുടെ മറ്റേ സാധനമൊക്കെ ബോർഡൊക്കെ അടിച്ച് തകർക്കൽ, ഇതൊക്കെയായിരുന്നു. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയെ എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം, അത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇനി നാളെ തട്ടിക്കൊണ്ടുപോയി എന്നും പറഞ്ഞൊരു അഭിപ്രായമൊക്കെ പറയും. അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാർട്ടി പ്രവർത്തകരോ ആരാണെന്ന് വെച്ചാൽ മന്ത്രിയെ കണ്ടുപിടിച്ച് തുടർ ചികിത്സ ഉറപ്പാക്കണം, അത്രേ ഉള്ളൂ ആവശ്യം. മന്ത്രിയെ തല്ലി എന്നൊക്കെ പറഞ്ഞപ്പോൾ ന്യായീകരിച്ചു കൊണ്ടുവന്ന ഒരുപാട് പേരുണ്ട്, പ്രതികൂലിച്ച് വന്ന എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഒരേ റെസ്പോൺസിബിലിറ്റിയാണ് മന്ത്രിയെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് മന്ത്രിയെ എന്താണേലും കണ്ടുപിടിച്ച് എവിടെയാണോ ഉള്ളത് അവിടുത്തെ ഹോസ്പിറ്റലിൽ തുടർ ചികിത്സ ഉറപ്പാക്കണം, അത്രേ ഉള്ളൂ എൻ്റെ ആവശ്യം എന്ന് കിട്ടി വീട്ടിൽ നിന്ന് കണ്ടു. ആ മന്ത്രിയെ കണ്ടു കിട്ടിയെന്നാണ് ഒരാൾ പറയുന്നത്. വീട്ടിൽ പോയാൽ പോരല്ലോ, തുടർ ചികിത്സ ആണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം, അതാണ് അതിൻ്റെ നിയമവശം. മന്ത്രിയെ വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ഡിസ്ചാർജ് മേടിച്ചാൽ പോരെ, തുടർ ചികിത്സ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മന്ത്രിയെ തുടർ ചികിത്സയ്ക്കാണ് പറഞ്ഞു വിട്ടതെങ്കിൽ മന്ത്രി തുടർ ചികിത്സയ്ക്കുള്ള മരുന്നെടുക്കണം. മന്ത്രിനെ കാണുന്നത് ഞാൻ മാത്രമോ അല്ലെങ്കിൽ മറ്റാരുമല്ല, കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും അല്ലെങ്കിൽ 2.25 കോടി ജനങ്ങളുടെയും ആശങ്കയാണ്. മന്ത്രി തന്നെ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ മന്ത്രി തന്നെ ലംഘിച്ചാൽ ബാക്കി എല്ലാവരും അതേ പ്രവൃത്തി ചെയ്യും. ഒരു മനുഷ്യൻ്റെയും, അത് മന്ത്രി എന്നല്ല ഏതൊരു മനുഷ്യൻ്റെയും ആരോഗ്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സ്റ്റേറ്റിനുണ്ട്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി തന്നെ തെറ്റായ സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ട് മന്ത്രി എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി തുടർ ചികിത്സ നടത്തണം. അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ മന്ത്രി അവിടെ നിന്ന് ഡിസ്ചാർജ് മേടിച്ച് വീട്ടിൽ പോകണമായിരുന്നു. അങ്ങനെയുമല്ല സംഭവിച്ചിട്ടുള്ളത്. മന്ത്രി പോയത് തുടർ ചികിത്സ ഉറപ്പാക്കി അടുത്ത തിരുവനന്തപുരത്ത് ഉറപ്പാക്കിക്കൊണ്ടാണ് മന്ത്രി വെളുപ്പിന് 4 മണിക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും യാത്ര പുറപ്പെട്ടത്. അപ്പോൾ മന്ത്രി തുടർ ചികിത്സ ഉറപ്പാക്കി ആ മാതൃക കാണിക്കും. മന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയിൽ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഒന്നുമല്ലാത്ത എനിക്കും ആശങ്കയുണ്ട്. കാരണം മന്ത്രി
ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമൊന്നുമല്ല. മന്ത്രി പാർട്ടി പ്രവർത്തകയായിരുന്നപ്പോൾ ശരിയാണ്, അത് എനിക്ക് അന്വേഷിക്കേണ്ട യാതൊരുവിധ ആവശ്യങ്ങളുമില്ല. പക്ഷേ മന്ത്രി ഇപ്പോൾ നാടിൻ്റെ മാത്രമാണ്. പാർട്ടിക്കാർക്കതിൽ യാതൊരു അവകാശവും വെക്കേണ്ട കാര്യമില്ല. കാരണം പാർട്ടിയുടെ മാത്രമല്ല, മന്ത്രി ഇപ്പോൾ കേരളത്തിലെ 2.5 കോടി ജനങ്ങളുടെയുമാണ്. അതുകൊണ്ട് മന്ത്രിയുടെ തുടർ ചികിത്സ ഉറപ്പാക്കിയോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത എനിക്കുമുണ്ട്, എന്നെപ്പോലെ ബാക്കി എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് മന്ത്രി എന്തായാലും തുടർ ചികിത്സ ഉറപ്പാക്കിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മന്ത്രിയെ കണ്ട് നാളെ പലരും ചികിത്സ പകുതിക്ക് വെച്ച് നിർത്തിപ്പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ സന്ദേശമാണ്. അത്രേ ഞാനും പറഞ്ഞുള്ളൂ. തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കാനുള്ളതെങ്കിൽ മന്ത്രി തുടർ ചികിത്സ എടുക്കണമെന്നില്ല. അതല്ല, തുടർ ചികിത്സ ഉറപ്പാക്കി മന്ത്രി പൊതുസമൂഹത്തിന് സന്ദേശം എങ്ങനെയാണോ കൊടുക്കുന്നത് അത് മന്ത്രിയുടെ ഇഷ്ടം. അതുപോലെ ഇരിക്കും ജനങ്ങൾ മന്ത്രിയോടുള്ള തിരിച്ചുള്ള വോട്ട് കുത്തുമ്പോഴുള്ള മന്ത്രിയോടുള്ള പ്രതികരണവും. എന്തായാലും ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടതല്ല, മന്ത്രിയുടെ ഉപദേഷ്ടകർ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതാണ്. ഇനി എന്താണ് സംഭവിച്ചതെന്നോ എന്താണെന്നുള്ള ക്യൂരിയോസിറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഷാജ് നമ്പ്യാർ പറയുന്നു വീട്ടിലുണ്ടെന്ന്. വീട്ടിൽ പറ്റില്ല മോനെ, മന്ത്രി ഡിസ്ചാർജ് മേടിച്ചല്ല പോയേക്കണത്, തുടർ ചികിത്സയ്ക്കാണ് പോയേക്കണത്. തുടർ ചികിത്സയ്ക്ക് അങ്ങോട്ട് തിരുവനന്തപുരത്തേക്കെന്നും പറഞ്ഞാൽ മന്ത്രി പോയത്. ആരോഗ്യമന്ത്രി തന്നെ ഇങ്ങനെ നിയമം ലംഘിച്ചാലോ? മന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഡോക്ടറുടെ ജോലി പോവില്ലേ? കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന ഡോക്ടർമാരുടെയൊക്കെ ജോലി പോവില്ലേ? പോകുമോ? പോകും. മന്ത്രിക്ക് അത്രയും തുടർ ചികിത്സയ്ക്കെന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിസ്ചാർജ് മേടിച്ച് പോകണമായിരുന്നു. മന്ത്രി പോയത് ഡിസ്ചാർജ് മേടിച്ചിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മന്ത്രി വീട്ടിലിരിക്കാൻ പറ്റില്ല, തുടർ ചികിത്സ ഉറപ്പാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ മന്ത്രി പറയണം എനിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായില്ല, ഞാൻ ആക്ടിങ് എന്ന് പറയണം. പറഞ്ഞോ, ഞങ്ങൾക്ക് യാതൊരുവിധ വിരോധങ്ങളുമില്ല. അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുന്നതിനെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു പരാതി കൊടുക്കേണ്ടി വരും. ആരോഗ്യമന്ത്രി തന്നെ തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുത്തു എന്ന് ചൂണ്ടിക്കാണിച്ച് ഞാൻ പരാതി കൊടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. മന്ത്രി കാരണം ഇവിടെ ഉണ്ടായത് ഭയങ്കര പ്രശ്നങ്ങളാണ്. പാർട്ടി പ്രവർത്തകയായ ചിന്താ ജെറോമിൻ്റെയൊക്കെ വായിന്ന് വന്ന വർത്തമാനം കേട്ടല്ലോ. വാർത്താ ചാനൽ പിള്ളേരുടെ മുമ്പിലൊന്നും വെച്ച് വാർത്താ ചാനൽ പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അമ്മാതിരി വർത്തമാനമാണ് പറഞ്ഞത്. എന്നിട്ടോ കണ്ണൂർ മറ്റേ പാർട്ടി ഓഫീസൊക്കെ കത്തിച്ചതോ, ഈ കണ്ട അഴിഞ്ഞാട്ടമൊക്കെ നടത്തിയതോ, പോലീസിൻ്റെ കൊങ്ങയ്ക്ക് പോലീസിനെ തല്ലാൻ ചെന്നതോ പാർട്ടി പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതിന്. അതുകൊണ്ട് മന്ത്രി തുടർ ചികിത്സ ഉറപ്പാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ ഇതെല്ലാം നാടകമാണെന്ന് മന്ത്രി തന്നെ സമ്മതിക്കണം. അല്ലെങ്കിൽ മന്ത്രി പറയുന്നത് പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുത്താൽ മാത്രം മതി എന്നാണെങ്കിൽ ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നവും ഇല്ല. ഏത് വേണമെന്ന് മന്ത്രിയുടെ ഇഷ്ടം, മന്ത്രിക്ക് തീരുമാനിക്കാം. അത് തെറ്റായിട്ടുള്ളൊരു കീഴ്വഴക്കമാണ്. അതെനിക്ക് അംഗീകരിച്ച് തരാൻ ബുദ്ധിമുട്ടുണ്ട്. തെറ്റായ സന്ദേശം കൊടുത്ത് ആരും അതിന് ഒരു ന്യായീകരണവും പറയുകയില്ല. അങ്ങനെയാണെങ്കിൽ നാളെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സിക്കണം എന്തിനാ? മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ ചികിത്സിക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ. അപ്പം ഇതൊരു തെറ്റായ സന്ദേശം കൊടുക്കലാണ്. ഷാജോ, അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഷാജോ, മന്ത്രിക്ക് തല്ലുകൊണ്ടെന്ന് മന്ത്രി ഉറച്ചു നിൽക്കുവാണെങ്കിൽ അവിടുത്തെ കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരുടെയും ജോലി പോകണം.
ഇനി തല്ല് കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണിച്ച നാടകത്തിനൊക്കെ കൂടി അടുത്ത കേസ് മന്ത്രിയുടെ പേരിൽ വരും. ഞാൻ പറഞ്ഞത് നിയമവശമാണ്. ഇനി എന്ത് വേണം എങ്ങനെ വേണമെന്നൊക്കെ ഭരിക്കുന്ന പാർട്ടിക്ക് തീരുമാനിക്കാം. 5 വർഷം മുമ്പ് അല്ല 2022 തുടർ നടപടികൾ സ്വീകരിക്കാൻ കൊടുത്ത കത്തിനകത്ത് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇലക്ഷൻ അടുക്കാറായപ്പോൾ ഒരു നാടകം കളിച്ച ആ നാടകത്തിൻ്റെ കഥ കൂടി ഞാൻ പറയേണ്ടി വരും. എന്തായാലും എനിക്ക് അതിനുള്ള ഊർജം ഇപ്പം ഇല്ല. കാരണം എൻ്റെ നാടിൻ്റെ ആരോഗ്യമന്ത്രി അവിടെ നിന്ന് പുറപ്പെട്ട് ഇങ്ങേ തലയ്ക്ക് എത്തിയില്ല. അതുകൊണ്ട് മന്ത്രിയെ കാണാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. മന്ത്രിയുടെ തുടർ ചികിത്സ ലഭ്യമാക്കിയില്ലെങ്കിൽ പിന്നെ ആരും ഓപ്പറേറ്റ് ചെയ്യും മന്ത്രി? അല്ലെങ്കിൽ തന്നെ വയറ്റിൽ കത്രികയും ഈ കൈ മുറിക്കാൻ പറഞ്ഞാൽ ഈ കൈ മുറിച്ചിട്ട് തരും. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടി. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. തലപ്പത്തൊരു മന്ത്രി ഇരുന്നിട്ട് ഇങ്ങനെ മന്ത്രി കൂടെ കാണാണ്ടായാലോ? അതുകൊണ്ട് ഒന്നെങ്കിൽ നമുക്ക് ഈ കേരളത്തിലെ ചികിത്സയൊന്നും പോരാ. നമുക്ക് മുഖ്യമന്ത്രി പോകുന്ന പോലെ നമുക്ക് അമേരിക്കയിലൊരു ചികിത്സയ്ക്ക് സ്കോപ്പുണ്ട്. അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ എവിടെയാണോ കൂടുതൽ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ നോക്കാം. അതാവുമ്പോൾ രണ്ടുണ്ട് കാര്യം. തുടർ ചികിത്സയുമായി വിദേശ രാജ്യങ്ങൾ കാണലുമായി. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടിയില്ലെങ്കിലോ? എന്തായാലും എവിടെയാണെങ്കിലും സ്വകാര്യ ഹോസ്പിറ്റലായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും എവിടെയാണെങ്കിലും മന്ത്രിയുടെ തുടർ ചികിത്സ നടത്തിയേ മതിയാകും. വീട്ടിൽ ചികിത്സിച്ചോളാമെന്നും പറഞ്ഞല്ല ഡിസ്ചാർജ് മേടിച്ചു വന്നാൽ. അങ്ങനെയാണെങ്കിൽ ഡിസ്ചാർജായിട്ട് മേടിച്ചാണ്. ഇത് ഡിസ്ചാർജ് അല്ല മേടിച്ചേക്കണത്, ട്രാൻസ്ഫറാണ്. ട്രാൻസ്ഫർ മേടിച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രി തുടർ ചികിത്സ നടത്തിയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.